ഹലോ മക്കളെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിന് ഒറിജിൻ ഓഫ് ഹിമാലയാസ് ആണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? ഇന്ന് നമ്മൾ ചാപ്റ്ററിലേക്ക് പോവാം. നമുക്കറിയാം, ഇന്ത്യയുടെ ടോപ്പോഗ്രാഫി എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരുപോലെ അല്ല അല്ലേ? നമുക്ക് ഡെസേർട്ട് ഉണ്ട്, മൗണ്ടൻസ് ഉണ്ട്, പ്ലെയിൻസ് ഉണ്ട്, പ്ലാറ്റ്യൂസ് ഉണ്ട്, കോസ്റ്റൽ പ്ലെയിൻസ് ഉണ്ട്, ഐലൻഡ്സ് ഉണ്ട്. അങ്ങനെ ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു ടോപ്പോഗ്രാഫിയാണ് ഇന്ത്യക്കുള്ളത്. ഇത് നമ്മുടെ കൾച്ചറിനെ നന്നായി തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ based on the topography, India can be divided as the following physiographic divisions. ഏതൊക്കെയാണ്? നോർത്തേൺ മൗണ്ടൻ റീജിയൻ, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, പെനിൻസുലർ പ്ലാറ്റ്യൂ, ഇന്ത്യൻ ഡെസേർട്ട്, കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്. അപ്പോൾ ഏതൊക്കെയാണ് 5 ടോപ്പോഗ്രാഫിക് ഡിവിഷൻസ്? നോർത്തേൺ മൗണ്ടൻ റീജിയൻ, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, പെനിൻസുലർ പ്ലാറ്റ്യൂ, ഇന്ത്യൻ ഡെസേർട്ട്, കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്. അതിൻ്റെ ഫസ്റ്റ് ഡിവിഷൻ ഏതാ? നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. The northern mountain ranges that form the north and the northeastern boundary of the Indian subcontinent includes several mountain ranges that originate from the Pamir Note known as the roof of the world, and it extends up to Purvachal in the east. അപ്പോൾ നമ്മുടെ ഈ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യണത്? പാമിർ നോട്ടിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യണത്. പാമിർ നോട്ടിനെ എങ്ങനെയാണ് വിളിക്കുക? റൂഫ് ഓഫ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. ഈ പാമിർ നോട്ടിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യണ മൗണ്ടൻ റേഞ്ചസ് ആണ് കുൻലൂൻ, ഹിന്ദുക്കുഷ്, ടിയാൻഷാൻ, കാരക്കോറം എക്സെട്ര. ഇനി നമ്മുടെ ഈ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ജമ്മു കാശ്മീർ മുതൽ ഈസ്റ്റേൺ പാർട്ട് ഓഫ് അരുണാചൽ പ്രദേശ് വരെയാണ് ഉള്ളത്. ഏകദേശം 2400 കിലോമീറ്റർ ലെങ്ത്തും 150 to 400 കിലോമീറ്റർ വിത്തുമുള്ള ഒരു ലോങ് മൗണ്ടൻ ചെയിനാണ് നമ്മുടെ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. ഇതിൻ്റെ വെസ്റ്റിൽ ഇൻഡസ് റിവറും ഈസ്റ്റിൽ ബ്രഹ്മപുത്ര റിവർ വരെയാണ് ഇത് നീണ്ടു കിടക്കുന്നത്. ഈ ഭാഗത്ത് ഒരുപാട് ഹൈ പീക്സ്, ഗ്ലേഷ്യേഴ്സ്, വാലീസ് എല്ലാം കാണാൻ സാധിക്കും. ഇനി ബേസ്ഡ് ഓൺ ദി ടോപ്പോഗ്രാഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ദ നോർത്തേൺ മൗണ്ടൻ റേഞ്ച് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3: ട്രാൻസ് ഹിമാലയാസ്, ഹിമാലയാസ് ആൻഡ് ഈസ്റ്റേൺ ഹിൽസ് ഓർ പൂർവാച്ചൽ. അപ്പോൾ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിനെ ക്ലാസിഫൈ ചെയ്യണത് എങ്ങനെയാണ്? ട്രാൻസ് ഹിമാലയാസ്, ഹിമാലയാസ് ആൻഡ് ഈസ്റ്റേൺ ഹിൽസ് ഓർ പൂർവാച്ചൽ. അതായത് ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അടിസ്ഥാനമാക്കി നോർത്തേൺ മൗണ്ടനെ നമ്മൾ 3 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 10 ഒരു മാപ്പ് ഉണ്ട്, അതൊന്ന് എടുത്തേ. മാപ്പ് നോക്കിയില്ലേ? ഇനി അതൊന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അവിടെ ഒരു ടേബിൾ ഉണ്ട്, കണ്ടോ? അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് ട്രാൻസ് ഹിമാലയാസ്. നമ്മുടെ ജമ്മു കാശ്മീർ റീജിയനിലാണ് ട്രാൻസ് ഹിമാലയാസ്. അവിടെ നിങ്ങൾക്കൊരു മെറൂൺ കളറിൽ 3 ലൈൻസ് കാണാൻ പറ്റും. ഏതൊക്കെയാണ് 3 റേഞ്ചസ്? കാരക്കോറം, ലഡാക്ക് ആൻഡ് സസ്കർ റേഞ്ച് അല്ലേ? അതിൽ കാരക്കോറം തന്നിട്ടുണ്ട്, അപ്പോൾ ലഡാക്ക് ആൻഡ് സസ്കർ റേഞ്ച് അവിടെ എഴുതുക. ഇനി നെക്സ്റ്റ് നമ്മുടെ അടുത്ത ടേബിളിൽ ഹിമാലയാസ് ആണ് തന്നിട്ടുള്ളത്. അവിടെ മജന്ത കളറിൽ 3 പാരലൽ ലൈൻസ് കാണാൻ പറ്റും. ഏതൊക്കെയാണ് 3 റേഞ്ചസ്? ഹിമാദ്രി, ഹിമാചൽ ആൻഡ് ഷിവാലിക്സ്. ഇനി ലാസ്റ്റ് നമ്മുടെ ഈസ്റ്റേൺ ഹിൽസ് ആണ്. അവിടെ നാഗ ഹിൽസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ബാക്കി റേഞ്ചസ് ഏതൊക്കെയാണ് നോക്കിയേ? ഗാരോ, ഗാസി, ജയന്തിയ, നാഗ ഹിൽസ്, മിസോ ഹിൽസ് ആൻഡ് പാട്കായംപം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡിവിഷൻ ഏതായിരുന്നു? ട്രാൻസ് ഹിമാലയാസ് അല്ലേ? ഇനി the northernmost division of this Trans Himalayas is also known as the Tibetan Himalayas. ഈ ഭാഗത്തിനെ ടിബറ്റൻ ഹിമാലയ എന്നും പറയും. ഏകദേശം 3000 മീറ്റർ ഹൈറ്റും 40 കിലോമീറ്റർ വിഡ്ത്തും 965 കിലോമീറ്റർ ലെങ്ത്തും ഉണ്ട്. The Karakoram range connects Himalayas with the Pamir Note. സോ കാരക്കോറം റേഞ്ചാണ് ഹിമാലയനെയും പാമിർ നോട്ടിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്നത്. ഇനി ട്രാൻസ് ഹിമാലയയുടെ സൗത്തിൽ ഈസ്റ്റിലേക്ക് 3 പാരലൽ റേഞ്ചസ് കണ്ടില്ലേ? ഏതൊക്കെയാണ് 3 പാരലൽ റേഞ്ചസ്? ഹിമാദ്രി, ഹിമാചൽ ആൻഡ് ഷിവാലിക്സ്. ഈ 3 കൂടി ചേർന്നതാണ് ഹിമാലയാസ്. സോ ദീസ് പാരലൽ മൗണ്ടൻ റേഞ്ചസ് Himadri, Himachal and Shivaliks together forms the Himalayas. The Shivalik range, which is the southernmost of the Himalayan ranges and forms the borders of Ganga plains
has a width ranging from an average 60 to 150 kilometers. As it is the outermost part, this range is also known as the Outer Himalayas. So, ഇവിടെ ഷിവാലിക് റേഞ്ച് ആണ് ഏറ്റവും സൗത്തിലായിട്ടുള്ളത്, ഗംഗാ പ്ലെയിൻ്റെ അടുത്തായിട്ടാണ് ഉള്ളത്. 60 മുതൽ 150 കിലോമീറ്റേഴ്സ് വിഡ്ത്താണ് ഈ ഭാഗത്തിനുള്ളത്. ഏകദേശം 1220 മീറ്റേഴ്സ് ഹൈറ്റ് ഉണ്ട്. പിന്നെന്താണ്, ഹിമാലയത്തിൻ്റെ ഔട്ടർ പാർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എന്താണ് വിളിക്കുക? ഔട്ടർ ഹിമാലയാസ് എന്നാണ് വിളിക്കുക. To the north of Shivaliks is the Himachal mountain range with an average elevation ranging from 3500 to 4500 meters above the mean sea level. This range is also known as the Lesser Himalayas and has a width ranging from 60 to 80 kilometers. So, ഷിവാലിക്സിൻ്റെ നോർത്തിൽ കാണുന്ന റേഞ്ചാണ് ഹിമാചൽ. അത് 3500 മുതൽ 4500 മീറ്റേഴ്സ് വരെയാണ് ഹൈറ്റ്. പിന്നെ 60 കിലോമീറ്റർ 80 കിലോമീറ്റർ വിത്ത് ഉണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു പേരെന്താണ്? ലെസ്സർ ഹിമാലയാസ് എന്നാണ്. ഇനി അടുത്ത നമ്മുടെ ഹിമാദ്രി റേഞ്ചാണ്. ദ ഹിമാദ്രി വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് ദ ഗ്രേറ്റർ ഹിമാലയാസ് ഓർ ദി ഇന്നർ ഹിമാലയാസ് is the mountain range that lies at an average elevation of about 6100 meters above the mean sea level. The width of this range is nearly 25 kilometers. These are snow-clad mountains. And most of the world's highest peaks are situated in this region. ഈ ഹിമാദ്രി ഹിമാചലിൻ്റെയും നോർത്തേൺ പാർട്ടിലാണുള്ളത്. ആവറേജ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ 6100 മീറ്ററിലും കൂടുതലാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗ്രേറ്റർ ഹിമാലയാസ്. വിഡ്ത്ത് ഏറ്റവും കുറവാണ് ഈ ഭാഗത്ത്. എത്രയാണ്? 25 കിലോമീറ്റേഴ്സ് ആണ് വിഡ്ത്ത്. ദിസ് റീജിയൻ ഇസ് ഫേമസ് ഫോർ മൗണ്ടൻ പീക്സ്. എക്സാമ്പിൾസ് കാഞ്ചൻജംഗ, ധൗലാഗിരി, നന്ദാദേവി, കൈലാഷ് എക്സെട്ര. ഇനി നെക്സ്റ്റ് ടോപ്പിക് ഒറിജിൻ ഓഫ് ഹിമാലയാസ് ആണ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിലെ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. നെക്സ്റ്റ് ആണ് ദ ഹിമാലയ ആൻഡ് ഇറ്റ്സ് റീജിയണൽ ഡിവിഷൻസ്. The rivers that originate from the Himalayas create deep gorges in their course. The regional divisions of the Himalayas have been made on the basis of these cross-cutting rivers. The regional divisions of Himalayas are Western Himalayas, Central Himalayas and Eastern Himalayas. അപ്പോൾ ഏതൊക്കെയാണ് 3 റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയാസ്? വെസ്റ്റേൺ ഹിമാലയാസ്, സെൻട്രൽ ഹിമാലയാസ് ആൻഡ് ഈസ്റ്റേൺ ഹിമാലയാസ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിന് ഇത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിന് കണ്ടിന്യൂ ചെയ്യാം.